നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇന്നലെ ഇല്ലാതിരുന്ന എന്ത് കാരണം ഇപ്പൊ പെട്ടെന്നുണ്ടായത്? കാരണം എന്തിനാ അറിയുന്നേ? വിവാഹത്തിൽ നിന്ന് ഞാൻ പിന്മാറുന്നു, അത്ര അറിഞ്ഞാ മതി. അത് പോരാ, കാരണം എന്താണെന്ന് എനിക്ക് അറിയണം. അറിഞ്ഞേ തീരൂ, അതിനുള്ള അവകാശം എനിക്കുണ്ട്. എന്തായിരിക്കും ആ അത്യാവശ്യ കാര്യം? മിടുക്കനായിട്ട് നിക്ക്. ഞാനിടാം. മോനെ, മര്യാദയ്ക്ക് കുസൃതി ഒന്നും കാണിക്കാതെ മുത്തശ്ശി പറയുന്നത് പോലെ അനുസരിക്കണം. മര്യാദയ്ക്കല്ലെങ്കിലേ മുത്തശ്ശി മോനെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോവില്ല, കേട്ടോ? അത് വേണോ? വേണ്ട വേണ്ട വേണ്ട, എനിക്ക് അമ്പലത്തിൽ പോണം, സ്വാമിയെ കാണണം, പ്രാർത്ഥിക്കണം. എന്നാലേ ഞാൻ പറയുന്നതൊക്കെ കേൾക്കണം. കേക്കാം. മിടുക്കനല്ലേ? വാ പോ. വാ. നല്ല കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ചു എനിക്ക് തരാം. ബിരിയാണി വേണം. വാങ്ങിച്ചു തരാം. നിങ്ങൾ രണ്ടാളും കൂടി ഇത് എവിടെ പോവാ? ഞാനിത് നിന്നോട് പറയാൻ വരികയായിരുന്നു. ഞാൻ ഇവനെയും കൊണ്ട് ക്ഷേത്രത്തിൽ പോവാ. ക്ഷേത്രത്തിലേക്കോ? അതെ, ഇവന്റെ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാവാൻ ഞാൻ ഇവനെയും കൊണ്ട് പ്രാർത്ഥിക്കാമെന്ന് കരുതി. അമ്മ അപ്പൊ ഒറ്റയ്ക്ക് ഇവനെയും കൊണ്ട് പോവാണോ? അതിനെന്താ, ഞാനും ഇവനും കൂടി പോയി പ്രാർത്ഥിച്ചിട്ട് പെട്ടെന്ന് തിരികെ വരാം. അമ്മേ, അമ്മ തനിച്ച് ഇവനെയും കൊണ്ട് പോയാ ഇവൻ അടങ്ങി നിൽക്കുന്ന അമ്മ കരുതുന്നുണ്ടോ? അതൊന്നും സാരമില്ല. അമ്മയ്ക്ക് മാത്രം ഇവനെ മാനേജ് ചെയ്യാൻ പ്രയാസമായിരിക്കും. അമ്മ ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ വേഗം വരാം. നീ ഇനി എപ്പോഴാ റെഡി ആയിട്ട് വരുന്നേ? നീ റെഡി ആയിട്ട് വരുമ്പോഴത്തേക്ക് നേരം വൈകും. ദേ, നീ പേടിക്കൊന്നും വേണ്ട, ഇവനെ ഞാൻ കൊണ്ടുപോയിട്ട് വരാം. ഇവൻ അഥവാ അനുസരണക്കേട് കാണിച്ചാലേ ഡ്രൈവർ കൂടെ ഉണ്ടല്ലോ സഹായത്തിന്. പോകുന്ന വഴിക്ക് ഇവൻ അവിടെ ഇറങ്ങണേ ഇവിടെ ഇറങ്ങണെന്നൊക്കെ ബഹളം വെക്കുവേ. ഇവൻ എത്ര ബഹളം കൂട്ടിയാലും എവിടെയും നിർത്തുന്ന പ്രശ്നമില്ല. നീ സമാധാനായിട്ടിരിക്കെ, ഞങ്ങൾ പോയിട്ട് വരാം. അല്ലേ മോനെ? അമ്മ എന്നാ ഞങ്ങൾ പോയിട്ട് വരേ. സിദ്ധു, മുത്തശ്ശി പറയുന്നത് കേട്ടോണേ. പക്ഷെ ഞാനക്ക് ഞാൻ പറഞ്ഞ മുത്തശ്ശിയും കേൾക്കണം. കേക്കാം. ബൈ. എന്താ ദേവു, എന്താ അത്യാവശ്യമായിട്ട് പറയാനുള്ളത്? അത് എന്താ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിള്? എന്നോട് സംസാരിക്കുമ്പോൾ അതിന്റെ ആവശ്യമുണ്ടോ? അത് എന്ത് തന്നെയാലും പറഞ്ഞോളൂ ദേവു, ഞാനല്ലേ കേൾക്കുന്നത്. നമുക്ക് ഈ കല്യാണം വേണ്ട. കല്യാണം വേണ്ടെന്നോ? തന്റെ തമാശ പറയാണോ? തമാശയൊന്നുമല്ല, ഞാൻ സീരിയസ് ആയിട്ട് തന്നെയാ പറഞ്ഞേ. ഓ, ഇപ്പോഴാ ഞാൻ ഓർത്തത്. ഈ സ്വഭാവം കുട്ടിക്കാലത്ത് തന്നെ തനിക്കുണ്ടായിരുന്നല്ലോ. സീരിയസ് ആണെന്ന് പറഞ്ഞ ആളെ പറ്റിക്കുക. ആ സ്വഭാവമൊന്നും ഇപ്പോഴും മാറിയിട്ടില്ലല്ലേ? ആനന്ദൻ, ഇതങ്ങനെയല്ല. ഞാൻ വളരെ കാര്യമായിട്ട് തന്നെയാ പറയുന്നേ. അതെന്താ ഇപ്പൊ അങ്ങനെ ഒരു മനോമാറ്റം? സിറ്റുവേഷൻസ് അതാണ്. എന്ത് സിറ്റുവേഷൻസ്? അതൊക്കെയുണ്ട്. എന്താടും, തനിക്കിപ്പോ എന്നെ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടോ? അങ്ങനൊന്നും അല്ല. എനിക്ക് ആനന്ദനെ ഇഷ്ടമാണ്, അന്നും ഇന്നും. കുട്ടിക്കാലത്ത് നമ്മൾ തമ്മിലുണ്ടായിരുന്ന കൂട്ടുകെട്ട് ഇപ്പോഴും തുടരണമെന്ന് തന്നെയാണ് എന്റെ മനസ്സിൽ. പക്ഷെ വിവാഹം അത് വേണ്ട. തനിക്കെന്താ എന്നെ
ഭർത്താവായിട്ട് സങ്കല്പിക്കാൻ സാധിക്കുന്നില്ലേ? പറയൂ ദേവു, അങ്ങനെ എന്തെങ്കിലും പ്രയാസമുണ്ടോ? ആനന്ദ പ്ലീസ്, ഇങ്ങനെ ഓരോന്ന് ചോദിച്ചെന്നെ ബുദ്ധിമുട്ടിക്കരുത്. പറയാൻ വന്നത് ഞാൻ പറഞ്ഞു. ആനന്ദനത് ഉൾക്കൊള്ളണം, വീട്ടിൽ അറിയിക്കണം. എടോ, വളരെ സന്തോഷത്തോടെയല്ലേ നമ്മുടെ വിവാഹത്തിന് വാക്കുറപ്പിച്ചത്. ആ നേരത്ത് താൻ ഇങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. ചെറിയൊരു എതിർപ്പ് പോലും പ്രകടിപ്പിച്ചില്ല. പിന്നെ പിന്നെ പെട്ടെന്ന് ഇങ്ങനെ വേണ്ടെന്ന് വെച്ചാല് അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. ഇന്നലെ ഇല്ലാതിരുന്ന എന്ത് കാരണവും ഇപ്പൊ പെട്ടെന്നുണ്ടായത്? കാരണം എന്തിനാ അറിയുന്നേ? വിവാഹത്തിൽ നിന്ന് ഞാൻ പിന്മാറുന്നു, അത്ര അറിഞ്ഞാ മതി. അത് പോരാ, കാരണം എന്താണെന്ന് എനിക്ക് അറിയണം. അറിഞ്ഞേ തീരൂ, അതിനുള്ള അവകാശം എനിക്കുണ്ട്. അതൊന്നും വേണ്ട. വേണം. ഒരു കാരണവുമില്ലാതെ വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറഞ്ഞാൽ അതെനിക്ക് എങ്ങനെ സമ്മതിച്ചു തരാൻ പറ്റും? എനിക്ക് കാരണം അറിയണം. കാരണം ദേവു, പരിഹാരമില്ലാത്തൊരു പ്രശ്നമില്ല. എന്ത് ഇഷ്യൂ ആണെങ്കിലും നമുക്കത് സോൾവ് ചെയ്യാം. ഞാനുണ്ട് തന്റെ ഒപ്പം. ഈ പ്രശ്നം എനിക്ക് മാത്രമേ പരിഹരിക്കാനാവൂ. ഇപ്പോഴും താൻ പ്രശ്നം എന്താണെന്ന് പറയുന്നില്ല. ആനന്ദ, എന്റെ കുടുംബത്തിൽ എന്നെ പ്രതീക്ഷിച്ച് ജീവിക്കുന്ന 1-2 ആളുകളുണ്ട്. എനിക്ക് അവരുടെ പ്രതീക്ഷകൾ നശിപ്പിക്കാൻ പറ്റില്ല. അവരുടെ താല്പര്യങ്ങൾ എനിക്ക് സംരക്ഷിച്ചേ തീരൂ. അവർക്ക് വേണ്ടി എന്റെ ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കേണ്ടതായിട്ടും വരും. അതുകൊണ്ടാണ് നമ്മൾ തമ്മിലുള്ള വിവാഹം വേണ്ടെന്ന് ഞാൻ പറയുന്നത്. വാക്കുറപ്പിച്ചിട്ട് മാറുന്നത് അന്തസ്സില്ലായ്മയാണ്. പക്ഷെ എനിക്ക് വേറെ നിവർത്തിയില്ല. ആനന്ദൻ എന്നോട് ക്ഷമിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി നടത്തുന്ന ത്യാഗം, അതാ എനിക്ക് മനസ്സിലായത്. ദേവു, വിവാഹം കഴിഞ്ഞാലും തനിക്ക് തന്നെ പ്രതീക്ഷിച്ച് കഴിയുന്നവരുടെ താല്പര്യങ്ങൾ നിറവേറ്റാം. അതിനൊരിക്കലും ഞാനൊരു തടസ്സമാവില്ല. ആനന്ദൻ ഉദ്ദേശിക്കുന്ന പോലെ അല്ല കാര്യങ്ങള്. എങ്കിൽ കൃത്യം കാരണം എന്താണെന്ന് തെളിച്ച് പറയൂ. അതിനെനിക്ക് സാധിക്കില്ല, നിർബന്ധിക്കരുത്. ദേവു, തന്നെയാ വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന് ഓർത്ത് ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് സ്വപ്നങ്ങൾ നമ്മൾ ഒരുമിച്ചുള്ള ജീവിതത്തെക്കുറിച്ച് കണ്ടുപോയി. പെട്ടെന്ന് താൻ ഈ കല്യാണം വേണ്ടെന്ന് പറയുമ്പോ എനിക്കറിയില്ല. ദേവു, എനിക്കും ചിലത് പറയാനുണ്ട്. എനിക്ക് പറയാനുള്ളത് കൂടി നീ കേൾക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.